ഈ ലോകത്തുള്ള പണ്ടുകാലത്തെ പല ലിഖിതങ്ങളും നിർമ്മാണ രീതികളും ആരാണ് നിർമ്മിച്ചത് എന്ന ചരിത്രങ്ങളിലൂടെ നമുക്ക് പലതും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇംഗ്ലണ്ടിലെ വിൽഷെയർ എന്ന പ്രദേശത്തിലെ സ്റ്റോൺഹെഞ്ച് എന്ന ലോകാത്ഭുതങ്ങളിൽ ഒന്നായ ഈ നിർമ്മാണ രീതിയുടെ ചരിത്രത്തെ കണ്ടെത്തുവാൻ ഇതുവരെ ഒരു തെളിവ് പോലുമില്ല. ഇത് ആരാണ് നിർമ്മിച്ചത്, അല്ലെങ്കിൽ ഏത് വിഭാഗത്തിലെ ജനങ്ങളാണ് നിർമ്മിച്ചത്, എന്തിനു വേണ്ടിയാണ് നിർമ്മിച്ചത് എന്നത് ഇതുവരെ ചരിത്ര ഗവേഷകർക്ക് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ ദുരൂഹതകൾ നിറഞ്ഞു കിടക്കുന്ന ഈ സ്റ്റോൺഹെഞ്ചിനെ കുറിച്ച് ഈ വീഡിയോയിൽ കാണാം. ലോകപ്രശസ്തമായ ഗീസ പിരമിഡ് രൂപീകരിക്കപ്പെടുന്നതിന് മുൻപ് നിർമ്മിക്കപ്പെട്ടതായി പറയപ്പെടുന്ന ഈ സ്റ്റോൺഹെഞ്ച് BC 3000-നും 2000-നും ഇടയിലെ കാലഘട്ടങ്ങളിൽ നിർമ്മിക്കപ്പെട്ടതാകും എന്ന് ചരിത്ര ഗവേഷകർ പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഇപ്പോഴുള്ള ലോകത്തിലെ പഴക്കമുള്ള ചരിത്ര നിർമ്മാണങ്ങളിൽ സ്റ്റോൺഹെഞ്ചാണ് ഏറ്റവും പഴക്കമുള്ളത് എന്നും ഗവേഷകർ കണ്ടെത്തിയിരിക്കുകയാണ്. സ്റ്റോൺഹെഞ്ച് എന്നത് വട്ടാകൃതിയിൽ വലിയ അളവിലുള്ള കല്ലുകളെ നേരായി നിർത്തി രൂപീകരിക്കപ്പെട്ട ഒരു ഘടനയാണ്. എന്നാൽ ഇപ്പോൾ നാം കാണുന്നത് നശിച്ച രീതിയിൽ കാണപ്പെടുന്ന സ്റ്റോൺഹെഞ്ച് രൂപമാണ്. കാരണം ഏകദേശം 5500 വർഷങ്ങൾക്ക് മേൽ പഴക്കമുള്ള ഈ സ്റ്റോൺഹെഞ്ച് പല പ്രകൃതി കാലാവസ്ഥകളെയും പല കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ആധിപത്യത്തിലും ഇതിന് കേടുപാടുകൾ സംഭവിച്ചതാണ്. ഈ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുള്ള കല്ലുകൾ ഓരോന്നും 20 അടി ഉയരവും 25 ടൺ വരെ ഭാരവുമുള്ളതാണ്. ഈ സ്റ്റോൺഹെഞ്ചിൽ ഏകദേശം 500-നും അധികമായുള്ള കല്ലുകളെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിലെ മറ്റൊരു രസകരമായ കാര്യം, ഇത്രയും വലിയ കല്ലുകൾ എവിടെ നിന്നാണ് കൊണ്ടുവന്നത് എന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം സ്റ്റോൺഹെഞ്ച് സ്ഥിതി ചെയ്തിട്ടുള്ള പ്രദേശത്തിനു ചുറ്റും യാതൊരു മലകളോ ഒന്നും തന്നെയില്ല. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപ് ഇത്രയും വലിയ കല്ലുകളെ എങ്ങനെയാണ് ഇത്രയും ദൂരം വരെ കൊണ്ടുവന്നത് എന്നത് ഇപ്പോഴും പലരെയും അതിശയിപ്പിക്കുന്ന ഒന്നാണ്. ഇപ്പോഴുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ സ്റ്റോൺഹെഞ്ചിന്റെ 3 ഡയമെൻഷൻ രൂപത്തെ നിർമ്മിച്ച് ഗവേഷണങ്ങളും ചെയ്തു. ഇതിൽ സ്റ്റോൺഹെഞ്ചിനും ജ്യോതിശാസ്ത്രത്തിനും ബന്ധമുണ്ടെന്നും ഗവേഷകർ കണ്ടെത്തിയിരുന്നു. കാലാവസ്ഥകളെക്കുറിച്ചും ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കുറിച്ചും അറിയുവാനാണ് ഇവയെ ഉപയോഗിച്ചിരുന്നത് എന്ന് ഗവേഷകർ പറയുന്നുണ്ട്. മനുഷ്യൻ അന്യഗ്രഹ ജീവികളോട് ബന്ധപ്പെടുവാൻ സ്റ്റോൺഹെഞ്ചിനെ ഉപയോഗിച്ചിട്ടുണ്ടാകും എന്ന് ചില കഥകളും പ്രചരിക്കുന്നുണ്ട്. സ്റ്റോൺഹെഞ്ചിന് ചുറ്റും പല കുഴികൾ കണ്ടെത്തിയിരുന്നു. അവയിൽ എരിഞ്ഞ നിലയിൽ പല അസ്ഥികൂടങ്ങളും ഉണ്ടായിരുന്നു. ഇത് സ്റ്റോൺഹെഞ്ചിൽ മതപരമായ ആചാരങ്ങൾക്ക് വേണ്ടി ഒരുപാട് നരബലികൾ കൊടുത്തിട്ടുണ്ട് എന്ന് ഗവേഷകർ പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഇടപെട്ട കാലഘട്ടങ്ങളിലെ പണ്ടുകാലത്തെ ചില വസ്തുതകളും ചിഹ്നങ്ങൾ പതിച്ച സ്വർണ്ണ തകടുകളും കണ്ടെത്തിയിരുന്നു. ഇപ്പോഴുള്ള ഉയർന്ന സാങ്കേതിക വിദ്യകളുള്ള റേഡാർ ഉപകരണങ്ങളും ലേസർ സ്കാനുകളും ഉപയോഗിച്ച് എടുത്ത ചിത്രത്തിൽ ഒരു പ്രധാനമായ രഹസ്യത്തെ ഗവേഷകർ കണ്ടെത്തി. അതായത് ഇപ്പോഴുള്ള സ്റ്റോൺഹെഞ്ച് വളരെ വലിയ സ്റ്റോൺഹെഞ്ച് നിർമ്മാണത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമായിരുന്നു. എന്നാൽ യഥാർത്ഥ സ്റ്റോൺഹെഞ്ച് 1.5 കിലോമീറ്റർ വരെ നീളമുള്ളതാണ് എന്നും ഗവേഷകർ കണ്ടെത്തി. ഇപ്പോഴുള്ള സ്റ്റോൺഹെഞ്ചിനെ പോലെ ഏകദേശം 13 നശിച്ചുപോയ സ്റ്റോൺഹെഞ്ച് പോലെയുള്ള സ്ഥലങ്ങളുണ്ടെന്നും ഇവയൊക്കെ ഒരു ഭൂപടം പോലെ ഒന്നിനൊന്ന് ബന്ധമുണ്ട് എന്നും കണ്ടെത്തിയിരുന്നു. ഇതിൽ പ്രധാനമായ മറ്റൊരു കാര്യം, ഇവയൊക്കെയും എന്തോ ഒരു കാരണത്തിനായി നശിപ്പിച്ചിരിക്കുകയാണ്. ഈ കണ്ടെത്തലിന് പിന്നാലെ വിവാദപരമായ മറ്റൊരു വിവരവുമുണ്ട്. അതായത് സ്റ്റോൺഹെഞ്ച് എന്നത് അന്യഗ്രഹ ജീവികളെ കണ്ടെത്തുവാനുള്ള ആകാശ ഭൂപടമായിരിക്കാമെന്നും പറയപ്പെടുന്നു. എന്തുതന്നെയായാലും ഇതേക്കുറിച്ചുള്ള ദുരൂഹതകൾ ഇന്നും തുടർന്നുകൊണ്ട് തന്നെയിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ പുതിയ ന്യൂസുകൾക്കായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.